ഇതാ ഈ വെളിച്ചെണ്ണ പാക്കറ്റുകൾക്കൊക്കെ 200 രൂപ വെച്ചിട്ടാണ്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബോട്ടിലോട്ട് ഫില്ല് ചെയ്യാം. ഒരു ചലഞ്ചാണ്, പക്ഷെ 30 സെക്കൻഡ് ടൈം ഉണ്ടാവും. അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ ഒരു വീഡിയോ കണ്ടില്ല നിങ്ങൾ? ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കണോ അതോ കരയണോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. കാരണം ഒരു യൂട്യൂബർ അതിലൊരു പാവം കാക്ക വരികയായിരുന്നു. അയാളെ ജോലി ചെയ്തും കൊണ്ട് പോവുകയാണ്. ഒരു ഉന്തണ്ടിമേ എന്തോ ലോഡ് തള്ളിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ കാക്കാനെ വിളിച്ചിട്ട് കാക്ക ഒരു ചലഞ്ചിൽ പങ്കെടുക്കുകയാണ്. കാക്ക പറഞ്ഞു ഓക്കെ, പങ്കെടുക്കാമെന്ന് പറഞ്ഞു. പങ്കെടുത്ത് അയാളെ പങ്കെടുപ്പിച്ചു. പങ്കെടുക്കണ എന്താണ്, ഒരു വെളിച്ചെണ്ണ ചലഞ്ചിലാണ്. ആ വെളിച്ചെണ്ണ ചലഞ്ചിൽ അതെന്താ വെച്ചാൽ അത് പൊട്ടിച്ചിട്ട് ബോട്ടലിൽ ഒഴിക്കുകയാണ്. പാക്കറ്റിലെ വെളിച്ചെണ്ണ പൊട്ടിച്ചിട്ട് പാക്കറ്റിൽ ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, അയാൾ പങ്കെടുത്തു. അയാൾ പങ്കെടുക്കുന്നു എന്ന് കണ്ടു നോക്കി കേട്ടോ. ഇതാ ഈ വെളിച്ചെണ്ണ പാക്കറ്റുകൾക്കൊക്കെ 200 രൂപ വെച്ചിട്ടാണ്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബോട്ടിലോട്ട് ഫില്ല് ചെയ്യാം. ഒരു ചലഞ്ചാണ്, പക്ഷെ 30 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. പുറത്ത് പോകാനും പാടില്ല, പോയാൽ ഔട്ടാവും. മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, കുപ്പി എടുത്തോളി, കുപ്പിയിലോട്ടാണ് ഫില്ല് ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തോളി. ടൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് പൊട്ടിച്ച് അയാൾക്ക് പാവത്തിന് വഹിക്കാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ തോൽപ്പിച്ചു, ഫുട്ബോൾ തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഏതോ ഫുട്ബോൾ കളിക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടി പറയുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അല്ലല്ല, നിക്കി അല്ലല്ല അല്ലല്ല, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നമ്മളെ തോപ്പിക്കാൻ വേണ്ടി തിരിച്ചടിക്കാൻ വഴിയ കടപ്പിലാക്കിയാണ് ഞങ്ങളവിടെ അല്ലല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ആ പാവം പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ തോൽപ്പിക്കുക, നിങ്ങൾ ജയിക്കാൻ വേണ്ടി എന്നെ തോൽപ്പിച്ചു പറഞ്ഞാണ്ടൊക്കെ പറഞ്ഞ് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ പന്തളിൻ്റെ കൂട്ടവും ഭയങ്കര കളിക്കാരനാന്ന് തോന്നുന്നത്. ഏതായാലും കളിപ്രാന്തനാണെന്നല്ലേ മനസ്സിലായി. സിദ്ധാനെ പുറത്തിരുത്തി എന്നൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല കോമഡി ഉണ്ട്. ആ പാവത്തിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ സങ്കടമുണ്ട് കേട്ടോ. ഏതായാലും അയാളെ വിളിച്ചെടുത്തിട്ടുണ്ട് അയാൾ. അപ്പോൾ അയാൾ ഇല്ല, എല്ലാവരും പോവുകയാണ് പറഞ്ഞ് തോറ്റാണ് പറഞ്ഞിട്ട് പോവുകയാണ് അയാൾ. പക്ഷേ തോറ്റ അയാൾ അവരെ വിടുന്നില്ല. വിളിച്ച അയാൾ, ആ യൂട്യൂബർ അയാളെ വിളിച്ച് അയാളെ സമാധാനപ്പെടുത്തി. അയാൾ സമാധാനപ്പെടുന്ന വെച്ചാൽ അയാൾ നിൽക്കുന്നില്ല. അയാൾ പോകാനുള്ള പരിപാടിയായിരുന്നു. ലാസ്റ്റ് അയാൾ പറയണത് എന്താണ്, നിങ്ങളെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത്. ലാസ്റ്റ് പേരൊക്കെ ചോദിച്ച് അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളടുത്ത് ഫോണുണ്ടോ എന്ന് ചോദിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അയാൾ ഫോൺ എടുത്ത് കൊടുത്തു. അയാളെടുത്ത് എന്താ ഫോണുള്ളത്? ആ ഭാഗത്തിൻ്റെ അടുത്ത് ചെറിയ ഫോണ്, സാധാ ഫോണാണ്. ഏതായാലും നല്ല വിറ്റായിട്ടുണ്ട് സംഭവം. അയാൾ ആ ഫോൺ എടുത്ത് എടുക്കണമൊക്കെ ഒന്ന് കണ്ടു നോക്കി. നല്ല കളിക്കാരനായിരുന്നു, അവനെ പുറത്താക്കി. നിങ്ങൾ പോലെ നിങ്ങൾക്ക് സംഭവം ഉണ്ട്, സമ്മാനം. എനിക്ക് സംഭവം ഇക്കാരുടെ പേര് പറഞ്ഞേ, എന്റെ മൊയ്തീൻ. എന്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളിത് നമ്മളെ തോപ്പിക്കാൻ നമ്മൾ നോക്കും. നമ്മൾ ഔട്ടായി, പിന്നെ നമ്മൾ കാര്യമില്ല. അങ്ങനെ പറയല്ലേ നിങ്ങള്, അങ്ങനെ പറയല്ലേ. ഒരു കാര്യം കൂടി ഉണ്ട്, ഫോണുണ്ടോ? ഫോണുണ്ട്. ഫോണിന്റെ അകത്ത് ഇൻസ്റ്റയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഞാൻ 1000 രൂപ അല്ലെങ്കിൽ 3 ലിറ്റർ വെളിച്ചെണ്ണ. എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് പറ്റില്ല. ഇടപാട് നടക്കാതെ കാര്യമാണ് ഇത്, ഭയങ്കര ഇടപാടല്ല. ചുമ്മാ നോക്കി നോക്കി ഫോണുണ്ട്, സാധാ ഫോണാണ് അല്ലേ? സാധാ. ഈ വീഡിയോയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. ആ മനുഷ്യന് എത്ര സത്യസന്ധനാന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവന് പൈസ എടുത്ത് കൊടുത്തപ്പോൾ അയാൾ പറയുന്നൊരു വാക്കുണ്ട്, അത് വല്ലാത്തൊരു വാക്കാണ്. ഈ പൈസയൊക്കെ നമുക്ക് അർഹതപ്പെട്ടാന്ന് നമ്മളറിയില്ല, നമ്മളിതിന് പടച്ചവൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ എത്ര ഒരു സത്യസന്ധനാണെന്നുള്ളത് നമ്മൾ നോക്കണം. പാവം കാക്കയാണ്. അതായത് അയാൾക്ക് ലാസ്റ്റ് പൈസയെല്ലാം കൊടുക്കുന്നുണ്ട്, സമാധാനമായിട്ടാണ് പോയത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാലും ആരെയും പറ്റിക്കണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതാണ് അയാൾ പറഞ്ഞത്. ആ പൈസ കൊടുത്തപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, വേഗം വാങ്ങുക. പക്ഷേ അയാൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് തോറ്റിട്ടും അയാൾ പോവുക ചെയ്തത്. തോറ്റെടുത്ത് പിന്നെ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല അറിഞ്ഞാണ്. തോറ്റ പരിപാടി എനിക്ക് പൈസ ഒന്നും വേണ്ട കേട്ടാ. നമ്മൾ ഈ പൈസക്ക് വേണ്ടി സമ്മാനം പറഞ്ഞു, നിങ്ങളോടാല് ഒടയാമ്പരാജ്യത്ത് പറഞ്ഞു. തോറ്റ കാര്യത്തിൽ വിജയത്തിലാണ് നമുക്ക് കാശ് മേടിച്ച്, അതാണ്. തോറ്റ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വിജയമല്ല, നമുക്ക് വിജയം നിങ്ങളെന്തും ഇതാണ്, അത്രേ ഉള്ളൂ.
നിങ്ങൾ വിജയിച്ചു. ആ. നിങ്ങൾ ജനങ്ങളെ മനസ്സിൽ വിജയിച്ചിരിക്കും. ഞാൻ അങ്ങനെയുള്ള അങ്ങനെ. അപ്പോൾ പിന്നെ ഇപ്പം നടക്കുന്നത് വെച്ചാൽ എല്ലാം ചലഞ്ചുകളാണ്. ഇപ്പോൾ പുതിയതായിട്ട് അറിയാം, വെളിച്ചെണ്ണ ചലഞ്ച്, ഡ്രസ് ചലഞ്ച്. അപ്പോൾ ഈ യൂട്യൂബർമാരിങ്ങനെ ഒരുപാട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ് ചലഞ്ചും കൊണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തോളി കേട്ടോ. എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണ്ടുമുട്ടുക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇപ്പൊക്കെ വെളിച്ചെണ്ണ ഇട്ട് കാരണം സ്വർണ്ണത്തിനേറെ വിലയായെന്ന് തോന്നുന്നു വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ ആരും ഫോളോ ചെയ്യാതിരിക്കണ്ട. അവൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. കാണാത്തവരൊക്കെ കയറി കണ്ടോളുണ്ട്. നല്ല അടിപൊളി വീഡിയോസിൽ ഇതേമാതിരിയുള്ള ചിലതൊക്കെ കോമഡി ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവനെയൊക്കെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കുക. ആ കൂട്ടത്തിൽ എന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. കാക്കാൻ്റെ ഇന്നസെൻസ് കാണാൻ നമുക്ക് നല്ലൊരു. അപ്പോൾ ഓക്കെ, അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. കാക്കാൻ്റെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.